തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും UDFന്റെ തേരോട്ടം. വിവരങ്ങളുമായി ഫൈസൽ അസിസ്റ്റ് ചേരുന്നുണ്ട്. ഫൈസൽ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഉൾപ്പെടെ UDFന് വലിയൊരു തേരോട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എവിടേക്കാണ് UDFന്റെ ആധിപത്യം? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വലിയൊരു മുന്നേറ്റം തന്നെയാണ് UDFനെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുക മാത്രമല്ല, നിരവധി LDFന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ ഉൾപ്പെടെ അട്ടിമറി വിജയം എന്ന് തന്നെ കുത്തകൾ, LDFന്റെ കുത്തകകൾ, LDFന്റെ കോട്ടകൾ ഒന്ന് തകർത്തുകൊണ്ട് തന്നെയാണ് UDF അവിടങ്ങളൊക്കെ വിജയം കൈവരിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കോർപ്പറേഷനിൽ ബേസ് നോക്കുകയാണെങ്കിൽ കോർപ്പറേഷനിൽ ആകെ കഴിഞ്ഞ 2020 അതായത് കണ്ണൂർ മാത്രമാണ് UDFന്റെ കയ്യിൽ കിട്ടിയിരുന്നത്, എന്നാൽ UDFന് ഭരണം കിട്ടിയിരുന്നത്. എന്നാൽ ഇത്തവണ നോക്കുമ്പോൾ 6 കോർപ്പറേഷനുകളിൽ 4 UDFനും 1 NDA, 1 CPM, അതായത് 1 LDF, അതായത് കോഴിക്കോട് LDF നിലനിർത്തി, ബാക്കി ഉള്ള കണ്ണൂർ നിലനിർത്തി, കൊല്ലവും തൃശ്ശൂർ, അതുപോലെ കൊല്ലം, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ കോർപ്പറേഷന് UDF പിടിച്ചെടുക്കുകയും CPMന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം NDA ആണ്, വലിയ ഭൂരിപക്ഷമാണ്. അതായത് ആകെ ഡിവിഷനുകളുടെ അല്ലെങ്കിൽ ആകെ ഡിവിഷനുകളുടെ പകുതിയിലധികം ഭൂരിപക്ഷമാണ് ഇപ്പോൾ NDA തിരുവനന്തപുരത്ത് നേടിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും വലിയൊരു മുന്നേറ്റം, അതായത് ജനങ്ങൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് ജനങ്ങൾ ഈ CPM അല്ലെങ്കിൽ LDFന് നൽകിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് UDFന്റെ ഒരു തേരോട്ടം തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളും എല്ലാ പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിലും ഉൾപ്പെടെ CPMന്റെ കോട്ടകൾ ഒന്ന് ഇളകിയിട്ടുണ്ട്. അതായത് CPM നേരിയ ഭൂരിപക്ഷത്തിന് അതായത് കഴിഞ്ഞ തവണയൊക്കെ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത് ഒക്കെ ഉള്ള ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ CPMന്റെ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ UDF ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നത് ഒരുപാട് വോട്ടുകൾ കുറക്കുകയും CPMന്റെ LDFന്റെ പഞ്ചായത്തുകൾ കുറക്കുകയും ലീഡ് കുറക്കുകയും അവിടെയൊക്കെ UDFന് കയറാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും വലിയൊരു മുന്നേറ്റം തന്നെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുന്നത്. LDFനെ സംബന്ധിച്ച് LDFനെ വലിയൊരു രീതിയിലുള്ള തിരിച്ചടി തന്നെയല്ലേ നേരിട്ടിരിക്കുന്നത്? അത് മാത്രമല്ല, ഈ ശബരിമല വിഷയമൊക്കെ ജനങ്ങൾ മുഖവിലേക്കെടുത്തു എന്ന് തന്നെ പറയാൻ സാധിക്കുമോ? തീർച്ചയായും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണ കവർച്ച വിഷയം കൂടി ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, ഈ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു സംഭവമാണ് ഈ ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണ കവർച്ച എന്നുള്ളൊരു സംഭവം. അതിൽ അറസ്റ്റിലായിരിക്കുന്നത് CPM നേതാക്കൾ, മുൻ MLA ഉൾപ്പെടെയുള്ള A. പത്മകുമാർ മുൻ MLA ആണ്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ്. അതുപോലെ N. വാസു ഉണ്ട്, അദ്ദേഹം ഈ മുൻ ദേവസ്വം കമ്മീഷണറാണ്. അദ്ദേഹം ഉൾപ്പെടെയാണ് ഈ CPMന്റെ സ്വന്തം സഹചാരികളാണ് പ്രധാനമായും ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വികാരമായി, അതായത് ശബരിമല അയ്യപ്പൻ്റെ ഒരു വികാരം എന്ന രീതിയിൽ അതൊരു തിരിച്ചടിയായി തന്നെ കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും UDF പറയുന്നത് അത് തന്നെയാണ്. അതായത് തങ്ങളുടെ വിജയത്തിൻ്റെ കാരണം ശബരിമലയും അതുപോലെ ഈ ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് UDF വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായ ഒരു സംഭവമായിരുന്നു, ഒരു വാർഡായിരുന്നു. അതായത് അവിടുത്തെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിൻ്റെ ഈ വോട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു വിവാദം, വലിയൊരു ചർച്ചയായ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും അവർ വലിയ രീതിയിലൊരു വിജയം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത്. അതുപോലെ കവടിയാറിൽ ശബരിനാഥ് MLAയുടെ വിജയം, മുൻ MLA ശബരിനാഥിൻ്റെ വിജയം. അതുപോലെ അത്തരത്തിൽ ഇപ്പോൾ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിലെ മുൻ MLA അനിൽ അക്കരയുടെ വിജയം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂരിൽ CPM ഏറ്റവും കൂടുതൽ CPMകാരുള്ള അല്ലെങ്കിൽ CPM പ്രവർത്തകരുള്ള CPM നേതാക്കളുള്ള കണ്ണൂരിൽ പോലും വലിയൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കോർപ്പറേഷൻ പരിധിപ്പെട്ട ആദികടലായി എന്ന് പറയുന്നത് LDFന്റെ CPMന്റെ സിറ്റിംഗ് സീറ്റാണ്, LDFന്റെ സീറ്റാണ്. കഴിഞ്ഞ 2 തവണയാണ് അവിടെ LDF തന്നെയാണ് വിജയിച്ചു വരുന്നത്. അവിടെയാണ്
UDF ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാർജിനൽ ജയം തന്നെയാണ് കണ്ണൂരിലെ സംബന്ധിച്ച്, ചെങ്കോട്ടയിലെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. കാസർഗോഡ് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് UDFൻ്റെ തന്നെയാണ്. അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ചെറിയൊരിളക്കം സംഭവിച്ചിട്ടുണ്ട്, UDFന് ചെറിയൊരിളക്കം സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം തന്നെ കോഴിക്കോടേക്ക് നോക്കുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ CPMനാണെങ്കിലും ബാക്കി എല്ലാ മേഖലകളും, അതായത് മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെയും UDFന് തന്നെയാണ് മുൻതൂക്കം എന്ന് UDFന് തന്നെയാണ് മുൻതൂക്കം. ഒപ്പം തന്നെ ഈ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ വയനാട് ഉൾപ്പെടെയുള്ള, വയനാട്ടിൽ BJP അക്കൗണ്ട് തുറന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ ഒരു കോർപ്പറേഷൻ BJPക്ക് ഉണ്ട്. മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഓരോ അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുണിമ, ശരി, വ്യക്തമാണ് ഫൈസൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ UDFന്റെ തേരോട്ടമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത NDA, മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും LDF മുന്നേറ്റം. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചെടുത്തിരിക്കുന്നു. മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ LDFനാണ് മുന്നേറ്റം. എവിടെയൊക്കെയാണ് NDA ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്? എവിടെയൊക്കെയാണ് LDFന്റെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ വലിയ വിജയ ആഘോഷത്തിലാണോ? വിവരങ്ങൾ എങ്ങനെയാണ്? തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. എന്തായാലും വലിയ പോരാട്ടം, ത്രികോണ മത്സരമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. പിന്നീട് അത് LDFും NDAയും തമ്മിലുള്ള പോരാട്ടമായിട്ട് മാറി. വലിയ വിജയം NDA തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 40 വർഷമായിട്ട് ചെങ്കോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനാണ് NDA പകുതി സീറ്റുകൾ നേടിക്കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. 50 സീറ്റുകളാണ് NDA നേടിയിരിക്കുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു കോർപ്പറേഷനിൽ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. 29 സീറ്റ് എന്ന എണ്ണത്തിലേക്ക് LDFന്റെ ഒരു നില താഴേക്ക് വന്നു എന്നുള്ളതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു നില മെച്ചപ്പെടുത്താൻ UDFന് കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 10 സീറ്റുകൾ മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് ഉണ്ടായിരുന്നത്. അത് 19 എന്ന സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും NDA സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തങ്ങൾ പിടിക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് NDA കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, മത്സര രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു അവരുടെ ആത്മവിശ്വാസം? അത് ശരിവെക്കുന്നതാണ് ഇന്നത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. നരേന്ദ്രമോദി തന്നെ അടുത്ത തവണ തലസ്ഥാനത്ത് നരേന്ദ്രമോദി എത്തുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായിരിക്കും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നിലനിർത്താൻ NDAക്ക് കഴിഞ്ഞു. വലിയ വിജയം NDA തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തി എന്നുള്ളത് എടുത്തു പറയണം. അതിന്റെ ആഘോഷ പ്രകടനങ്ങളൊക്കെ തന്നെ മാരാർജി ഭവനിലടക്കം നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഡബിൾ ഡക്കർ ബസ്സിൽ വിജയിച്ച എല്ലാ കൗൺസിലർമാരും അതുപോലെ തന്നെ നേതാക്കന്മാരും എല്ലാവരും ചേർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വളയം വയ്ക്കും എന്നുള്ളതാണ്, പ്രദക്ഷിണം വയ്ക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ ഈ ആഘോഷ പ്രകടനങ്ങളൊക്കെ നടക്കുന്നതിനാൽ അത് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിലേറിയതിനു ശേഷം BJP നടത്തുന്ന പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതൊരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിൽ ആ പ്രവർത്തനങ്ങൾ അങ്ങനെ BJPയുടെ ഒരു തീരുമാനം. അത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ തന്നെ ആകെ മൊത്തത്തിൽ UDFന് വലിയ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലൊക്കെ തന്നെ വലിയ വിജയം സ്വന്തമാക്കാൻ UDFന് കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ പക്ഷേ LDFനാണ് ആ വക കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു പടി മുൻതൂക്കം ഉള്ളത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം ഈ കോർപ്പറേഷനിൽ വലിയ പരാജയം നേടി ആകെ മൊത്തത്തിൽ വലിയ ഒരു വീഴ്ച LDF
UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായെങ്കിലും തിരുവനന്തപുരത്ത് ഗ്രാമീണ മേഖലയിൽ ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ LDF-ന് പല സ്ഥലങ്ങളിലും വിജയം തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആകെ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ വലിയ ഒരു വീഴ്ച LDF-നെ സംബന്ധിച്ചിരിക്കുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം UDF-ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. BJP-ക്കാണ് NDA-ക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രമായി മാറിയിരിക്കുന്നു തലസ്ഥാനം എന്നുള്ളതാണ്. തലസ്ഥാനം പിടിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അവർക്ക് നടത്തി കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ BJP-യുടെ പല നേതാക്കളുടെയും ആത്മഹത്യ, പ്രത്യേകിച്ച് ആനന്ദ് കെ തമ്പി, അതുപോലെ തന്നെ കരമന തിരുമല അനിലിന്റെ മരണം, ഇതൊക്കെ തന്നെ BJP-യെ പ്രതികൂലമായി ബാധിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ, ഉൾപാർട്ടിക്കകത്ത് ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങൾ, അതൊന്നും തന്നെ വിജയത്തെ ഒരു തെല്ല് പോലും ബാധിച്ചില്ല എന്നുള്ളത് വേണം നമ്മൾ എടുത്ത് പറയേണ്ടത്. തിരുമലയിൽ BJP-ക്ക് വിജയം തുടരാൻ കഴിഞ്ഞു. അതേസമയം തൃക്കണ്ണാപുരത്ത് ആനന്ദ് കെ തമ്പിയുടെ തൃക്കണ്ണാപുരത്ത് BJP-ക്ക് ആ വിജയം നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതോടെ NDA സ്വന്തമാക്കിയതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോരാട്ടം അതൊന്നുകൂടി ശക്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി നേരിട്ട് വന്ന തിരുവനന്തപുരത്തെ വികസന കാര്യങ്ങൾ, വികസിത അനന്തപുരി എന്നുള്ളതാണ് BJP-യുടെ ടാഗ്ലൈൻ. ആ വികസന കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തലസ്ഥാനത്ത് എത്തും എന്നുള്ളതാണ് BJP നൽകിയിരിക്കുന്ന വാഗ്ദാനം. അങ്ങനെയെങ്കിൽ അത് വലിയ തരത്തിൽ സ്വാധീനിക്കും ജനങ്ങളെ എന്ന കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതിനെ മറികടക്കാൻ LDF-ഉം UDF-ഉം പയക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇത് മുന്നണികൾ എല്ലാവരും പറയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരു മുന്നൊരുക്കം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകൾ കണക്കുകൂട്ടിയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ ഇനി മുന്നണികൾ ചർച്ച ചെയ്യുക. LDF-നെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ പരാജയം സംഭവിക്കാറുള്ളപ്പോഴൊക്കെ തന്നെ പറയുന്ന ഒരു BJP UDF ബാന്ധവം, അതാണ് വിജയത്തിനുള്ള കാരണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും LDF ആവർത്തിക്കുന്നത്. UDF വലിയ ആഹ്ലാദ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ പരാജയത്തിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള ഒരു പ്രോത്സാഹനം അത് ഈ റിസൾട്ടിലൂടെ തങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസ് UDF പറയുന്നത്. NDA ആണെങ്കിലും വലിയ ആഹ്ലാദത്തിലാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ആഹ്ലാദ പ്രകടനങ്ങളുടെ തുടർച്ച നമുക്ക് കാണാൻ കഴിയും. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവർ പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ അതും ഈ സമയങ്ങളിൽ ഉടനെ ഉണ്ടാകും. അധികം നീട്ടിക്കൊണ്ടു പോകില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും അടുത്ത മുന്നണികളുടെ പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുക. ശരി, വ്യക്തമാണ് സൂര്യ. തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന നഗരി പിടിച്ചെടുത്തിരിക്കുകയാണ് NDA. മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ LDF-നാണ് മുന്നേറ്റം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്. പത്തനംതിട്ട നഗരസഭ പിടിച്ചെടുത്ത UDF. എല്ലാ മേഖലയിലും UDF വമ്പൻ ലീഡ് ഉയർത്തി. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വാർഡിൽ NDA സ്ഥാനാർത്ഥിക്ക് ജയം. വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നു. പ്രസാദ്, പത്തനംതിട്ടയെ സംബന്ധിച്ച് പത്തനംതിട്ട നഗരസഭ പിടിച്ചെടുത്തിരിക്കുന്നത് UDF ആണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചയായ ഒരു നഗരസഭ കൂടിയാണ്. എല്ലാ മേഖലയിലും UDF വമ്പൻ ലീഡൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വാർഡിൽ ഒരു NDA സ്ഥാനാർത്ഥിക്കാണ് ജയമുണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഈ 9-ാം തീയതി ഇത് പോളിംഗ് കഴിഞ്ഞപ്പോൾ പോളിംഗിന്റെ ശതമാനം കുറഞ്ഞത് ഈ ജില്ലയിലെ മൂന്ന് മുന്നണികൾക്കും ആശങ്ക വർദ്ധിപ്പിച്ചെങ്കിലും അത് LDF-ന് അനുകൂലമായി ഒരു തരംഗം സൃഷ്ടിക്കുമെന്നായിരുന്നു എല്ലാ കണക്കൂട്ടലുകളും സംസ്ഥാനത്തുടനീളം, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ വിചാരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ UDF-ന്റെ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലുമായി നമ്മൾ ഇതിന്റെ എങ്ങനെയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് വിജയ ശതമാനം കുറഞ്ഞില്ലെങ്കിലും UDF-ന്റെ ഒരു മേൽനോട്ടം, ഒരു
ഇലക്ഷന്റെ അന്ന് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാമെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ കണക്കുകൂട്ടുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വൻപിച്ച ഒരു തേരോട്ടമാണ് അരുണിമ പത്തനംതിട്ടയിൽ UDFന്റെ മേധാവിത്വം നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുമ്പിൽ ഇത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ കർഷകരുടെയും മറ്റ് കേരള കോൺഗ്രസിന്റെയും ഒക്കെ കോൺഗ്രസിന്റെ അപ്രമാദിത്വമുള്ള മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി UDFന് വളരെയധികം മേൽക്കൈയുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. അവിടെയാണ് ജില്ലാ പഞ്ചായത്തിലെ 17 സീറ്റിൽ 14 സീറ്റും വിജയിച്ച് ആദ്യം തന്നെ UDF തന്റെ വിജയക്കൊടി പാറിച്ചിട്ടുള്ളത്. തുടർന്ന് നഷ്ടപ്പെട്ടു പോയ പത്തനംതിട്ട നഗരസഭയിലെ ഭരണം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പിടിക്കാൻ കഴിഞ്ഞു. അടൂർ നഗരസഭയിലെ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. തിരുവല്ലയിലെ ഭരണം നിലനിർത്താൻ കഴിഞ്ഞു. പന്തളത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അരുണിമ, നമ്മൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനം കാത്തിരുന്നത് അതായത് സ്വർണ്ണപ്പാളി വിഷയം ശബരിമല ഉൾപ്പെടുന്ന ഒരു ജില്ലയാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജന്മസ്ഥലം അടൂരാണ്. അങ്ങനെ ഈ 2 വിഷയങ്ങൾ 3 മുന്നണികളും തെരഞ്ഞെടുപ്പിനെ ഇതിവൃത്തമാക്കിയെങ്കിലും പക്ഷെ വോട്ട് പെട്ടി അനുകൂലമാക്കിയത് UDF ആയിരുന്നു. അത് കാരണം പാലക്കാട് കഴിഞ്ഞു കഴിഞ്ഞാൽ പന്തളം നഗരസഭയും കുളനട നഗരസഭയുമായിരുന്നു BJPക്ക് അനുകൂലമായി സംസ്ഥാനത്ത് അവരുടെ കാൽച്ചുവട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ആ 2 കുളനട ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിലെ സ്ഥാനാർത്ഥിയായ പത്തനംതിട്ട മുൻ BJP ജില്ലാ പ്രസിഡന്റും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അശോകൻ കുളനട ടൗൺ വാർഡിൽ ദയനീയമായി പരാജയപ്പെട്ടു. തുടർന്ന് പന്തളം നഗരസഭയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. ആ പോരാട്ടത്തിൽ UDF നമ്മൾ വോട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ BJPക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടെങ്കിലും തുടർന്ന് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് LDFും UDFും തമ്മിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് എത്തുകയും ഒടുവിൽ ക്ലൈമാക്സിൽ LDF ആണ് പന്തളം നഗരസഭയിൽ ഭരണം പിടിച്ചെടുത്തത്. ഇതിനു പുറമെ നമ്മുടെ ജില്ലയിലെ 34 ഗ്രാമപഞ്ചായത്തുകൾ UDF ജയിച്ചിട്ടുണ്ട്. LDF 14 ഗ്രാമപഞ്ചായത്തുകളിൽ, NDA 4 ഗ്രാമപഞ്ചായത്തുകളിൽ. അപ്പോൾ ഇതിനകത്ത് പന്തളവും കുളനടയും BJPക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അയിരൂർ, ചെറുപോർ, കുറ്റൂര്, നാരങ്ങാനം, പുറമറ്റം എന്നീ പഞ്ചായത്തുകൾ BJPക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നിരണം, നെടുമ്പറം, നാരങ്ങാനം, കുറ്റൂർ എന്നീ മണ്ഡലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ കക്ഷിനില ടൈ ആയതിനാൽ ഇനിയും വരുന്ന ഘടകകക്ഷികളെയോ സ്വതന്ത്രന്മാരെയോ കൂട്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ ഭരണം നിലനിർത്തുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണെന്നും പന്തളം സുധാകരൻ, പഴകുളം മധു തുടങ്ങി ആന്റണി MP തുടങ്ങി കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളെല്ലാം ഇത് വരുന്ന 6 മാസത്തിനുള്ളിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണെന്നും നഷ്ടപ്പെട്ടു പോയ 5 മണ്ഡലങ്ങൾ, പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അരുണിമ. പക്ഷെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഉറ്റുനോക്കിയത് CPയിൽ നിന്നും രാജിവെച്ച് UDFിൽ വന്ന സ്ഥാനാർത്ഥി, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പള്ളിക്കൽ ഡിവിഷനിലെ ശ്രീനാദേവി കുഞ്ഞമ്മ അവര് ഐതിഹാസികമായിട്ടാണ് ഏറ്റവും അവസാനം 1 മണിക്കൂറിന് മുമ്പാണ് 196 വോട്ടുകൾക്ക് CPയിലെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് UDFന് ജില്ലാ പഞ്ചായത്തിൽ മിന്നുന്ന വിജയം നേടിയിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് പത്തനംതിട്ട ജില്ലയിൽ സംജാതമായിട്ടുള്ളത്. അരുണിമ, അതുതന്നെയാണ് പ്രസാദ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയ്ക്കല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി വിഷയമൊക്കെ ജനങ്ങൾ മുഖവിലക്കെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയല്ലേ പത്മകുമാറിന്റെ വാർഡിൽ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഈ ഒരു വിജയം തന്നെ? തീർച്ചയായിട്ടും അരുണിമ. കാരണം ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ 13 ഭരണം വീണ്ടും UDF നിലനിർത്തിയിട്ടുണ്ട്. അവിടെ 9 വാർഡുകളിൽ UDF വിജയിച്ചപ്പോൾ 8 വാർഡിൽ LDFന് വിജയിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ 6 വാർഡിൽ NDA സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ആറന്മുള ഗ്രാമപഞ്ചായത്തിന്റെ 6ാം വാർഡിലാണ്, അതായത് ആറന്മുള പാർത്ഥസാരഥി അമ്പലം, പത്മകുമാറിന്റെ വീട് ഉൾപ്പെടെയുള്ള 6ാം വാർഡിലാണ് ഈ NDA സ്ഥാനാർത്ഥി ചരിത്ര വിജയം നേടിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ LDFന്റെ കഴിഞ്ഞ 5 വർഷമായി LDFന്റെ പഞ്ചായത്ത് അംഗം വിജയിക്കുന്ന വാർഡാണ് ഈ പ്രാവശ്യം NDA സ്ഥാനാർത്ഥി തിരിച്ചു പിടിച്ചിട്ടുള്ളത്. അത് അങ്ങനെ ആറന്മുളയിൽ മൊത്തത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു വിഷയം തന്നെ ഇത്. അരുണിമ പറഞ്ഞ പോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ അവരെല്ലാം വോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അരുണിമ, ശരി, വ്യക്തമാണ്. പത്തനംതിട്ട നഗരസഭ പിടിച്ചെടുത്തിരിക്കുകയാണ് UDF. എല്ലാ മേഖലയിലും UDF വമ്പൻ ലീഡ് ഉയർത്തിയിട്ടുണ്ട്.
ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വാർഡിൽ NDA സ്ഥാനാർത്ഥിക്കാണ് വിജയം നേടിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് പ്രസാദ് MJ ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തിരുവനന്തപുരത്തിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്തിന് നന്ദി എന്ന എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ മോദി കുറിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA സഖ്യം നേടിയ വിജയം കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്കും NDAയ്ക്കും വേണ്ടി വോട്ട് ചെയ്ത കേരളത്തിലുടനീളമുള്ളവർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും മോദി കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തിരുവനന്തപുരത്തിന് നന്ദി അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്തിന് നന്ദി എന്നാണ് അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA സഖ്യം നേടിയ വിജയം കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവാണെന്നാണ് നരേന്ദ്രമോദി എക്സ് പോസ്റ്റിലൂടെ പറയുന്നത്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്കും NDAയ്ക്കും വേണ്ടി വോട്ട് ചെയ്ത കേരളത്തിലുടനീളമുള്ളവർക്ക് നന്ദി അറിയിക്കുകയാണ് എന്നാണ് നരേന്ദ്രമോദി കുറിക്കുന്നത്. തിരുവനന്തപുരത്തിന് നന്ദി അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നരേന്ദ്രമോദിയുടെ എക്സ് പോസ്റ്റ്. ഇതിൽ തിരുവനന്തപുരത്തിനാണ് നന്ദി പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലുടനീളമുള്ള എല്ലാവർക്കും തന്നെ നന്ദി അറിയിച്ചിരിക്കുകയാണ്. BJP NDA സഖ്യം നേടിയ വിജയം കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു വഴിത്തിരിവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്കും NDAയ്ക്കും വേണ്ടി വോട്ട് ചെയ്ത കേരളത്തിലുടനീളമുള്ളവർക്ക് നന്ദി അറിയിക്കുന്നുവെന്നാണ് മോദി എക്സിൽ കുറിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ഇല്ലാത്ത പാലുമായി എളനാട് ഫ്രഷ് കൗ മിൽക്ക്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിൽ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. സഫേ 7 അൾട്രാ വെതർ കെയർ. വർഷങ്ങൾ കഴിഞ്ഞാലും പെയിന്റിംഗ് ഇന്നലെ കഴിഞ്ഞതുപോലെ. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. KSFയുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. ആത്മവിശ്വാസത്തോടെ മുന്നേറാം ഹെയറോക്രാഫ്റ്റിനോടൊപ്പം. ഹെയറോക്രാഫ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എക്സ്പേർട്സ്. Curix Google TV by CJ Smart. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. Supra Pacific Financial Services Limited, a BSE listed NBFC. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ഇല്ലാത്ത പാലുമായി എളനാട് ഫ്രഷ് കൗ മിൽക്ക്. വാർത്തകൾ തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനാണ് മുന്നേറ്റം. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ UDFന് വലിയ തേരോട്ടമാണ്. LDFനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കാണുന്നത്. LDFന് വലിയൊരു തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. തലസ്ഥാന നഗരത്ത് നോക്കുകയാണെങ്കിൽ BJPക്കാണ് മുന്നേറ്റം. ഇടുക്കിയിൽ എങ്ങനെയാണ്? ഇടുക്കിയിൽ ആർക്കാണ് ആധിപത്യം?
സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗമായി മാറുമ്പോൾ ഇടുക്കി ജില്ലയിലും അത്തരത്തിൽ തന്നെയാണ് UDF തരംഗമായി മാറിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ 52 ഗ്രാമപഞ്ചായത്തുകളിൽ LDFിന് വിജയിക്കാൻ പറ്റിയത് 11 പഞ്ചായത്തുകൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDFിന് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് പിടിക്കാനായത്. കൂടാതെ ജില്ലാ പഞ്ചായത്തിന്റെ 17 ഡിവിഷനിൽ 3 സ്ഥലം മാത്രമാണ് LDFിന് സീറ്റ് ഉറപ്പിക്കാനായത്. ദേവികുളം, രാജക്കാട്, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലാണ്. LDFിനെ സംബന്ധിച്ച് ഒരു ആശ്വാസ വാർത്ത ഉള്ളത് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. 2010 മുതൽ UDFിന്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റ് LDFിന് തിരിച്ചു പിടിക്കാനായി എന്നത് മാത്രമാണ് LDFിന് ഒരു ആശ്വാസമാകുന്നത്. ഏതായാലും UDF ജില്ലയിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്. പ്രചാരണത്തിന് മുമ്പ് തന്നെ LDF പറഞ്ഞിരുന്നു തങ്ങൾ ജില്ലാ പഞ്ചായത്തിലും പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും എല്ലാം തന്നെ വലിയ രീതിയിൽ വിജയം ഉറപ്പാക്കുമെന്നുള്ള വാക്കെല്ലാം നൽകിയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വിരൽത്തുമ്പിലെ വിധി അത് UDFിനോട് തന്നെയായിരുന്നു. ഏതായാലും UDFിന് ചേർന്ന് തന്നെയാണ് UDF ഇടുക്കിയിൽ തരംഗമായി മാറി എന്നത് വേണം പറയാനാവുന്നത്. അടുത്ത ബിനീഷ്, ഈ ശബരിമല സ്വർണ്ണ വിഷയവും മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമൊക്കെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് പറയാൻ സാധിക്കുമോ? അരുണമ, തീർച്ചയായും UDFിനെ അപേക്ഷിച്ച് അത്തരത്തിലൊരു രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ശബരിമലയെക്കാട്ടും ഏറ്റവും കൂടുതൽ ജില്ലയിലുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ജില്ലയിലെ റോഡ് നിർമ്മാണമായി ഹൈവേ ഉൾപ്പെടെയുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും വന്യമൃഗശല്യവും എല്ലാം തന്നെയാണ് ഈ LDFിന് തിരിച്ചടിയായതെന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള വോട്ടെല്ലാം തന്നെ തീർച്ചയായും അത് UDFിനാണ്. ഈ ആളുകൾ UDFിന് തന്നെയാണ് വോട്ട് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയും NDA അടക്കമുള്ള NDA തന്നെ ഈ ജില്ലയിൽ വലിയൊരു വേരോട്ടം സംഭവിച്ചു. തൊട്ടമേഖലയിലെ പല മേഖലകളിലും BJPക്ക് നല്ല രീതിയിലുള്ള വോട്ട് നേടാൻ സാധിച്ചു. ഇടമലക്കുടിയിൽ BJP 3 സ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ വട്ടവടയിൽ 4 BJP സീറ്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏതായാലും ജില്ലയെ അപേക്ഷിച്ച് UDFിന് മാത്രമാണ് ഒരു വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് വാസ്തവം. അഴുവം ശരി, വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണിയാണ്. ഇനിയിപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് KMR നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFിനാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ UDFിന്റെ ഒരു തേരോട്ടം തന്നെയാണ്. LDFിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തലസ്ഥാന നഗരിയിലാണെങ്കിൽ NDAക്കാണ് മുന്നേറ്റം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ്പോസ്റ്റിലൂടെ തിരുവനന്തപുരം ജില്ലയ്ക്കൊക്കെ വലിയ രീതിയിലൊരു നന്ദി അറിയിച്ചിരിക്കുകയാണ്. വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ LDFിനും NDAക്കുമാണ് വലിയ മുന്നേറ്റമായിട്ട് നിൽക്കുന്നത്. പത്മകുമാറിന്റെ വാർഡിലാണെങ്കിൽ തന്നെയും NDA സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ശബരിമല സ്വർണ്ണ വിഷയവും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ഒക്കെ ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഇത്തരത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFിന് തന്നെയാണ് ഇപ്പോഴും മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഉൾപ്പെടെ UDFിന്റെ ഒരു തേരോട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് നിന്നും റിയാസ് KMR നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ വലിയൊരു മുന്നേറ്റമാണ് കാണുന്നത്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളെല്ലാം UDFിന് ഒരു തേരോട്ടമുണ്ട്. LDFിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി നേരിട്ടു എന്ന് തന്നെ വേണം പറയാൻ. തിരുവനന്തപുരത്ത് എടുക്കുകയാണെങ്കിൽ തലസ്ഥാന നഗരിയിലും NDAക്കൊരു വലിയ മുന്നേറ്റമുണ്ട്. കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് ആർക്കാണ് ആധിപത്യം? കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ LDF കഷ്ടിച്ച് ഭരണം നിലനിർത്തി എന്ന് പറയാം. അതായത് LDF സ്വതന്ത്രയുടെ പിന്തുണ ഉൾപ്പെടെ നേടുമ്പോൾ 35 ഡിവിഷനുകളിൽ വിജയം നേടിയാണ്
LDF കഷ്ടിച്ച് ഭരണം നിലനിർത്തിയത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 16 സീറ്റുകളോളം LDFന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിലുള്ളത്. കൂടാതെ 28 സീറ്റുകൾ നേടി UDF, അതായത് കഴിഞ്ഞ തവണത്തിനേക്കാൾ 11 സീറ്റ് UDF അധികം നേടി. ഒപ്പം തന്നെ 7 സീറ്റുകൾ അധികം നേടി NDA. നിലവിൽ 13 സീറ്റുകളാണ് NDA പിടിച്ചെടുത്തത്. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം UDFും NDAയും നടത്തുകയും ചെയ്തു. അതിൽ എടുത്തു പറയേണ്ട കാര്യം LDFന്റെയും UDFന്റെയും മേയർ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. LDF അധികാരത്തിൽ വരുമ്പോൾ മേയർ സ്ഥാനാർത്ഥിയെ കണ്ടിരുന്നത് നിലവിലെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള CP മുസാഫിർ അഹമ്മദിനെയാണ്. മുസാഫിർ അഹമ്മദിനെ മീൻചന്ത ഡിവിഷനിൽ SK അബൂബക്കർ, കോൺഗ്രസിലെ SK അബൂബക്കറാണ് പരാജയപ്പെടുത്തിയത്. ഒപ്പം തന്നെ ഈ പാറോപ്പടി ഡിവിഷനിൽ, അത് കോൺഗ്രസിന്റെ ഉറച്ച ഡിവിഷൻ ആയിരുന്നു, അവിടെയാണ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള KPC ജനറൽ സെക്രട്ടറി PM നിയാസ് മത്സരിച്ചത്. അവിടെ ചില വോട്ട് ധാരണകൾ ഉണ്ടായി എന്ന് സംശയിക്കുന്നതായി DCC വ്യക്തമാക്കുന്നുണ്ട്. DCC ഈ PM നിയാസിന്റെ തോൽവിയിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഉന്നത നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമായിരിക്കും ഉണ്ടാവുക. അതിൽ എന്തെങ്കിലും വീഴ്ച പാർട്ടി തലത്തിൽ വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ 5 വാർഡുകളിലോളം ചെറിയ വോട്ടുകൾക്കാണ് UDFന്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് എന്നുള്ളതും ഈ LDFന്റെ വിജയത്തിന്റെ മാറ്റ് കുറയ്ക്കുന്നതാണ്. അതേസമയം തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി UDF ഭരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിലവിൽ UDF 14 സീറ്റുകളും ഒപ്പം തന്നെ LDF 13 സീറ്റുകളും ഒരു സ്വതന്ത്രൻ, അത് UDFന്റെ അനുകൂലിക്കുന്ന സ്വതന്ത്രനാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ 15-13 UDF ജില്ലാ പഞ്ചായത്ത് ഭരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കൂടാതെ ഈ കോഴിക്കോട് ജില്ലയിലെ 71 പഞ്ചായത്തുകളിൽ 42 നേടിക്കൊണ്ട് UDF ഒരു സമഗ്രാധിപത്യം ഉണ്ടാക്കിയിരിക്കുന്നു. നഗരസഭകളിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ 3-4 എന്ന സ്റ്റാറ്റസ് കോ, അതായത് 4 നഗരസഭകൾ അധികം നേടി എന്നൊരു സ്റ്റാറ്റസ് കോ നിലനിർത്താൻ UDFന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അത് വലിയ തോതിലുള്ള ഒരു UDFന്റെ ഒരു ശക്തമായ ഒരു വിജയമായിട്ടാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ കോഴിക്കോട് വിലയിരുത്തപ്പെടുന്നത്. ശരി, വ്യക്തമാണ്. കോഴിക്കോട് നിന്നും റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.